ടു കോമേഴ്സ് ഫാമിലി. അപ്പൊ നമ്മുടെ ഓണ പരീക്ഷ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്, സെക്കൻഡ് ടേം അല്ലെ. ഈ ഒരു സെക്കൻഡ് ടേം നമ്മൾ മാക്സിമം നന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ടേമിന്റെ എക്സാം നിങ്ങൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാം ആയിരുന്നു ഓണ പരീക്ഷ. ആ ഓണ പരീക്ഷയുടെ മാർക്സ് ഒക്കെ നിങ്ങളിപ്പം സ്കൂൾ റീ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം നിങ്ങൾക്ക് ഇനിയും പഠിക്കണം, മുന്നോട്ട് ഇനി എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇനി മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിച്ച അത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും മാർക്ക് കിട്ടിയ സബ്ജക്ട്സ് കാണും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അതേ മാർക്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പല സാഹചര്യങ്ങളാണ്. പക്ഷേ മാർക്സ് കുറഞ്ഞവരുണ്ടെങ്കിൽ അവരാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് ടേം ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ചാൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതെന്താണെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് ചെയ്യണം എന്നൊക്കെ ആദ്യം തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലാസ്സസ് ഒക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മടിയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ആ മടിയൊക്കെ മാറ്റി വെച്ചോ. കാരണം ഈ ഒരു ടേമും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ മെയിൻ എക്സാമിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ 12th എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സ്കൂളിംഗ് ജീവിതം തീരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് സെക്കൻഡ് ടേം വളരെ വാശിയോടുകൂടി തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മുടെ ഓണപരീക്ഷയുടെ മാർക്ക് എന്തുമാവട്ടെ, ഇപ്പൊ മാർക്ക് കൂടുതലുള്ളവരാണെങ്കിൽ ആ ഓവർ കോൺഫിഡൻസ് അവിടെ വെക്കണ്ട. നിങ്ങൾ സെക്കൻഡ് ടേം ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ അയ്യോ കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. സെക്കൻഡ് ടേം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ സെക്കൻഡ് ടേമിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന് എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള എന്നുള്ളൊരു ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും സെക്കൻഡ് ടേം, അതായത് ക്രിസ്മസ് എക്സാമിനാണ് നമ്മുടെ സെക്കൻഡ് ടേം എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ സമയത്ത് സെക്കൻഡ് ടേമിനുള്ള ഈ ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഫസ്റ്റ് ടേമിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടേം ഓൾറെഡി നന്നായിട്ട് പഠിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേം ആ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിട്ടാൽ മതി. അല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ആ എക്സാം അടുക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് നേരത്തെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ടേമിലേക്കാണ് നമ്മുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡ് ടേമിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് ബിസിനസ് സ്റ്റഡീസിനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ടേമിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. സെക്കൻഡ് ടേമിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റാഫിംഗ്. ഇനി നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. 9 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എസ് എ ക്വസ്റ്റ്യൻ ഒരു ഷുവർ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം 8 മാർക്ക് വരെയാണ് എസ് എ ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് 9 മാർക്കിനുള്ളതുകൊണ്ട് അപ്പം ചിലപ്പം 4 മാർക്സിനോ അല്ലെങ്കിൽ 2 4 മാർക്സിന്റെ ഇതും പിന്നെ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെയാണ് ഡയറക്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റിങ്ങിന് 11 മാർക്കാണ്. അപ്പോൾ ഷുവർ ആയിട്ടും എന്താണെങ്കിലും ഡയറക്റ്റിങ്ങിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് വരും, എസ് എ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ 11 മാർക്ക് നമുക്കറിയാം ഫസ്റ്റ് ടേമിൽ പഠിച്ചതിനേക്കാളും മാർക്ക് വെയിറ്റേജസ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ടേമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ 8ാമത്തെ ചാപ്റ്റർ എന്നറിയപ്പെടുന്ന കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മാത്രമാണ് ഈ ഒരു സെമ്മിൽ അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ നിങ്ങൾക്ക് എളുപ്പം എന്ന് പറയാൻ, അല്ലെങ്കിൽ 4 മാർക്കിന്റെ ഒരു വെയിറ്റേജ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ 4 മാർക്സ് എന്ന് പറയുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ല. 4 മാർക്സിന്റെ ഒക്കെ ചാപ്റ്റേഴ്സ് സ്ഥിരമായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ചെറുതാണല്ലോ, അത് പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് നീറ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് 9ാമത്തെ ചാപ്റ്ററായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇപ്പൊ ആദ്യം തന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ടേംസ് നിങ്ങൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് പാടാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരാം. ഞാൻ സ്പോയിലർ അലേർട്ട് തരുവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. 10 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. സോ നമുക്ക് ഉറപ്പാണ് ഒരു ഷോർട്ട് എസ്സേ 2 അല്ലെങ്കിൽ ലോങ് എസ്സേസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വന്നിട്ടുണ്ട്, സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പം അത് നല്ല നീറ്റായിട്ട് ഒരു ബേസ് കിട്ടി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ മുന്നോട്ട് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് എടുത്താലും അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പോവുകയാണെങ്കിലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾ മുന്നോട്ട് പഠിക്കുന്നതിൽ എല്ലാത്തിലും ഈ ഒരു ടേംസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം അതിനൊരു ബേസ് കിട്ടുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് ക്ലാസ്സസ് ഒക്കെ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മൾ ലൈവുകളൊക്കെ പോകുന്നത് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഡൗട്ട്സ് വരുന്നൊക്കെ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ ഈ 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ടേം 1ന്റെയും കൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന്റെ സമയമാകുമ്പോൾ അവസാനത്തേക്ക് വെക്കുവാണെങ്കിൽ ടേം 1ൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നേരത്തെ അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈം കിട്ടും.
ഓക്കെ, അപ്പം എല്ലാവരും ഏകദേശം നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ പോയി ഒന്ന് റെഡിയാണ് മിസ് എന്നൊന്ന് പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബൈ.